അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ തിരുവസന്തം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളേറെ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഈ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് ഈ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത്, നമുക്ക് ഈ മാസത്തിൽ എങ്ങനെയൊക്കെ നന്നാവാൻ പറ്റും എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുകയാണ്. കൃത്യമായി ശ്രദ്ധിച്ച് കേട്ട് ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷം 2025 ഈ വർഷം വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ റബീഉൽ അവ്വൽ 12 നമുക്കറിയാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തോട് ഭൂജാതരായ ദിവസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തെ കടന്നു വരുന്നത് വിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ റബീഉൽ അവ്വൽ 12 സുബ്ഹിയോടടുത്ത ആ സമയത്താണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനാഘോഷമാണ് ഈ വർഷം നമ്മൾ കൊണ്ടാടുന്നത്. 1500ാമത്തെ ജന്മദിനം എന്ന് പറയുമ്പോൾ അതിന് വലിയ മഹത്വങ്ങളുണ്ട്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തെ കടന്നു വന്ന് 1500ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിശുദ്ധമായ മാസം നമ്മിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുക? ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമായും ചെയ്തു പോകുന്നുണ്ടാകും. ആ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാക്സിമം നമ്മൾ മാറി നിൽക്കാനുള്ള ശ്രമം ഒന്നാമത് നടത്താം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഫർദായ കാര്യങ്ങൾ ഏതായാലും നമ്മൾ ചെയ്യണം. ഹറാമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഫർദായ കാര്യങ്ങൾ, ഫർദ് നിസ്കാരങ്ങൾ, അങ്ങനെ തുടങ്ങി ഫർദായി നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതായാലും ചെയ്യണം. ഒപ്പം സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും അതുപോലെ മറ്റു സുന്നത്തായ കർമ്മങ്ങളാണെങ്കിലൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്ത് കടന്നു വന്ന ദിഷണാശാലികളെല്ലാം വലിയ പുകഴ്ത്തലുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നടത്തിയിട്ടുണ്ട്. അവരൊക്കെ കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. അതായത് അത്രത്തോളം മനോഹരമായ സൽസ്വഭാവത്തിൻ്റെ ഉടമയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പഠിച്ച് അത് മാതൃകയാക്കാൻ ശ്രമം നടത്താം. അതിനുവേണ്ടി ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അറബി കിതാബുകളും കാര്യങ്ങളൊന്നും അറിയുന്നില്ല എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള പബ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുക. അങ്ങനെ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു നല്ല പുസ്തകമെങ്കിലും നമ്മൾ വായിക്കാനുള്ള ശ്രമം നടത്താം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ നമ്മൾ ഇടപെടാം. നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലുന്നു, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നു, നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരോട് ഒരു അസൂയയോടെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു വിദ്വേഷത്തോടെ ഒക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല പരിപാടിയല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ സ്വഭാവം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഇടപെട്ടത്, നല്ല താഴ്മയോടെ, നല്ല പുഞ്ചിരിച്ച്, നല്ല രൂപത്തിൽ ഇടപെടാൻ നമ്മൾ ശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രൂപത്തിൽ നന്നാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം. അതേപോലെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ, രഹസ്യമായി വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. മാക്സിമം സലാത്തുകൾ അധികരിപ്പിക്കുക. ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാൻ പറ്റും. ആ പ്രതിജ്ഞ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത്, ഈ റബീഉൽ അവ്വലിൽ ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലിത്തീർക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഞാനൊരു 33 സ്വലാത്ത്, 33 ഏറ്റവും മിനിമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസവും വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഞാൻ ചൊല്ലും. അങ്ങനെ അത് റബീഉൽ അവ്വലിൽ നമ്മൾ ചൊല്ലി പൂർത്തിയാക്കി അത് തുടർന്ന് അങ്ങോട്ട് കൂടി കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. റബീഉൽ അവ്വൽ അതിനൊരു അവസരമായി നമ്മൾ കാണുക, മനസ്സിലാക്കുക. ദിവസവും ഒരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലാം. അങ്ങനെ ദിവസവും 100 സ്വലാത്ത് നമുക്കറിയുന്ന സ്വലാത്ത് മതി. ഇനി അത് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരത്തോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തോ ചൊല്ലാം. അങ്ങനെ കൃത്യം, അതായത് നമ്മൾ ഓൾറെഡി സ്വലാത്ത് ചൊല്ലുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം, ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ പ്രത്യേകമായൊരു പ്രതിജ്ഞ, അതായത് എക്സ്ട്രാ ഒരു നന്മ, അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ കൊണ്ടുവരാം ജീവിതത്തിൽ, അതിനെ നിത്യമാക്കാം. അതായത് ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യാം.
അങ്ങനെ കീപ്പ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാകും. ഈ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലി നമ്മൾ നിത്യമാക്കുന്നതിലൂടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ സാധിക്കും. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള വലിയ തൗഫീക്ക് റബ്ബായ അള്ളാഹു നമുക്ക് നൽകും. ഒന്ന്, അത് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകും. ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ടെൻഷനുകളുടെ കാരണങ്ങൾ ചോദിച്ചാൽ പല ആളുകൾക്ക് അറിയില്ല. അതേസമയത്ത് വ്യത്യസ്ത ടെൻഷനുകളാണ്. ഒരുപക്ഷെ നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല രൂപത്തിൽ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ മാനസികമായി അസ്വസ്ഥതകളാണ്. ഇങ്ങനെ അസ്വസ്ഥതകളൊക്കെ മാറാൻ സലാത്തുകൾ അധികരിപ്പിക്കുന്നത് നമുക്കേറെ ഉപകാരപ്പെടും. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ദിവസം 1000 സലാത്ത് ചൊല്ലി പിന്നെ തീരെ ചെല്ലാതിക്കുക, ആ രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഒരു സലാത്ത്, നിശ്ചിത എണ്ണം സലാത്ത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടു പോവാം. ഈ സലാത്തുകൾ ചൊല്ലുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് നിസ്കാരവും ഖുർആാനോത്തും ഒക്കെ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകുമല്ലോ, ഒരു മാസത്തിൽ നിശ്ചിത ദിവസങ്ങളൊക്കെ. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് സലാത്ത് ചൊല്ലാവുന്നതാണ്. അങ്ങനെ എല്ലാ ദിവസവും കൃത്യമായി ഒരു നിശ്ചിത എണ്ണം സലാത്ത് ചൊല്ലി പൂർത്തിയാക്കി, നമ്മൾ ആരോടും പറഞ്ഞു നടക്കണമെന്നില്ല, പക്ഷെ നമ്മൾ നല്ലൊരു സമയത്ത് അങ്ങനെ ചൊല്ലി പൂർത്തിയാക്കി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിലൂടെ നമ്മുടെ ഭൗതികവും അതേപോലെ പാരിത്രികവുമായ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. റബ്ബായ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടെയൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.